ഹായ്, നമസ്കാരം. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പുരോഗതിയുണ്ട്. അയ്യപ്പന്റെ സ്വർണ്ണ പ്രൊഫൈലെ സ്വർണം കൂടി അടിച്ചു മാറ്റിക്കൊണ്ട് പോയിരിക്കുന്നു. SIT കടകംപള്ളി സുരേന്ദ്രനെ പൊക്കി സ്വർണ്ണക്കൊള്ളക്കാരൻ മൊത്ത ലിസ്റ്റ് പുറത്തുവിടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശുഭമായി അതതിന്റെ വഴിയെ ഗണപതിക്ക് തേങ്ങടിച്ചാണ് തുടങ്ങിയത്. ആദ്യം സ്വർണ്ണപ്രഭ, പിന്നെ കട്ടള, പിന്നെ കഥക്, ദ്വാരപാലകർ, വാജിവാഹനം, അങ്ങനെ അങ്ങനെ പോകുന്നു. രാഹുൽ ഈശ്വർ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഇപ്പോഴിരിക്കുന്ന വിഗ്രഹം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന്. പിന്നീട് അദ്ദേഹം ആ വാക്ക് ഉപയോഗിച്ചില്ല. അത് ഭക്തജനങ്ങൾക്ക് മനസ്സിന് വിഷമം ഉണ്ടാകുമെന്ന് കരുതി വീണ്ടും ആ വാക്ക് ഉപയോഗിച്ചില്ല. ട്രിപ്പിളിക്കയാണെന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത്. രാഹുൽ ഈശ്വറിന്റെ പത്രസമ്മേളനത്തിൽ വായിച്ചെടുക്കാവുന്ന ഒരു കാര്യമുണ്ട്. ശബരിമലയില് ശ്രീകോവില് തുറക്കാൻ കൊണ്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം നടത്തണമെങ്കിൽ തന്ത്രി അറിയണം. തന്ത്രി അറിയാതെ ഒന്നും അവിടെ നടത്താൻ കഴിയില്ല എന്നത് രാഹുൽ ഈശ്വറിന്റെ പത്രസമ്മേളനത്തിൽ നിന്ന് വായിച്ചെടുക്കാവുന്നതാണ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.